ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി അല്ലാറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യൂട്യൂബ് വഴി റിലീസ് ചെയ്ത ഒരു മലയാള സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ പേര് വരുന്നത് നാൻസി റാണിയാണ്. നമ്മുടെ അഹാന കൃഷ്ണ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു. പഴയ സിനിമയാണ്, പക്ഷെ ഈ വർഷമായിരുന്നു ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് ആരും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. സംഭവം ആ സമയത്ത് ഒരു വിവാദമൊക്കെ ആയിരുന്നു. പിന്നെ അഹാന കൃഷ്ണ പ്രൊമോഷനിൽ വരുന്നില്ല പറഞ്ഞ സംഭവം ഒരു വലിയ വിവാദം ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഈ സിനിമ യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. അപ്പൊ ഈ സിനിമ കണ്ടു. ഈ സിനിമ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഈ സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് അഹാന കൃഷ്ണ കൂടാതെ നമ്മുടെ അർജുൻ അശോകനുണ്ട്, ലാലുണ്ട്, ശ്രീനിവാസൻ ഉണ്ട്, കൂടാതെ നിശാഖ് നായർ ഉണ്ട്, ലെന ഉണ്ട്, എന്നിട്ട് അജു വർഗീസ് ഉണ്ട്, പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്, നമ്മളെ സണ്ണി വെയിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്, വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ജോസഫ് മനു ജെയിംസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. അപ്പം ഈ സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് എന്താണെന്ന് നോക്കാം. അഹാന കൃഷ്ണയുടെ ക്യാരക്ടറാണ് നാൻസി റാണി എന്നുള്ളത് മാത്രം. നാൻസി റാണിയുടെ ലൈഫിലുള്ള കുറച്ച് സംഭവങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതായത് സിനിമ മോഹവുമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, മമ്മൂട്ടിയെ ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായിരിക്കും. അപ്പോ സിനിമയിൽ കയറിപ്പെട്ടാണ് സിനിമയിൽ നടിയാണോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മമ്മൂട്ടി ഫാൻ എന്ന് പറയും. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ കാണിച്ചിരുന്നത്. ഏകദേശം 2 മണിക്കൂർ 10 മിനിറ്റ് എടുത്ത് 2 മണിക്കൂർ 5 മിനിറ്റ് എടുത്ത് സിനിമ ടോട്ടൽ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോ എങ്ങനെയാണ് നോക്കാം. എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാല് ഒരു തട്ടിക്കൂട്ട് സിനിമയായിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാല് പെർഫോമൻസുകൾ എടുത്ത് നോക്കാം. അഹാന കൃഷ്ണ കിട്ടിയതോട് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലാത്ത അവരുടെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ളതാണ്. വലിയ സംഭവമായിട്ട് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ പോസ്റ്ററുകളൊക്കെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത സൂപ്പറായി. പക്ഷെ ആ ഒരു കളർഫുൾ ഈ സിനിമയിൽ കാണാൻ സാധിച്ചില്ല എന്നതാണ്. പിന്നെ അജു വർഗീസ് നമുക്ക് ചെറിയ 2-3 സീനുകളായിരുന്നു, നല്ല റോളായിരുന്നു. അതുകൊണ്ട് സണ്ണി വെയിനും ആകെ 1-2 സീനുകളും നല്ല ഇത് ചെയ്തു. ഇൻഫ്ലുവൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നിശാഖ് നായർ നിങ്ങൾക്ക് അറിയാം, മറ്റേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ആ ഒരു വില്ലൻ കളർ അവരാകും. ശരിക്കും ഡയലോഗ് പറയാൻ പോലെ അറിയില്ല, എന്താ പറയുന്നത് പോലും മനസ്സിലാവുന്നില്ല. അവര് അഭിനയിക്കാൻ വയ്യാത്തതുപോലുള്ള പെർഫോമൻസ്. അതുപോലെ തന്നെ ലെനയുടെ ഡയലോഗ്സ് ഒന്നും മനസ്സിലാവില്ല. അതുപോലെ പിന്നെ ലാലിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, പിന്നെ ശ്രീനിവാസൻ പിന്നെ അർജുൻ അശോകനും കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. വലിയ സുകുമാരുണ്ട്, കുറെ ആൾക്കാരുണ്ട് സിനിമയിൽ. ഒരു തട്ടിക്കൂട്ട് സിനിമ മേക്കിംഗ് പറ്റ ക്ഷീണമായിരുന്നു. ആ ഒരു സിനിമയുടെ തീം പറയാൻ അവർ ഉദ്ദേശിച്ച ഫീൽ ഗുഡ് കോമഡി ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പൊ അവർ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം നന്നായിരുന്നു. പക്ഷെ അത് തിരക്കഥ മോശമായി പോയി എന്ന് പറയാം. ഒരു തട്ടിക്കൂട്ട് സംഭവമായി പോയി. പിന്നെ അവർ ചെയ്തു നന്നായി ചെയ്യാൻ പറ്റുന്നു. നന്നായി ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവി. പക്ഷെ തട്ടിക്കൂട്ട് സിനിമ, അതാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കണ്ടുപിടിക്കുക. യൂട്യൂബിലാണെങ്കിൽ സെർച്ച് ചെയ്താൽ ഓക്കെ. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ വീഡിയോ